ആപൽ ധർമ്മങ്ങളിൽ സന്യാസം സ്വീകരിക്കാറുണ്ട്, ഭിക്ഷ എടുക്കാറുണ്ട്. അത് ആപൽ ധർമ്മത്തിൽ മാത്രം. സന്യാസം സർവദാ ഭിക്ഷയാണ്. രോഗങ്ങൾ കൂടിയാൽ സന്യാസിയെ സന്യാസിയാക്കാനുള്ള അറിവ് ലഭിച്ച അതേ ഭിക്ഷ രോഗിയെ രോഗിയല്ലാതാക്കും അറിവുകൊണ്ട്. അത് ആപത് ഭിക്ഷയാണ്, ആപത് ഭൈക്ഷ്യം. വാർദ്ധക്യമെത്തിയാൽ ഭൈക്ഷ്യമെടുക്കാം, അത് ആപത് ഭൈക്ഷ്യമാണ്, ആപത് സന്യാസം, ആപത് ധർമ്മം എന്ന പോലെ. ഭർത്താവ് മരിച്ചാൽ ആപത് സന്യാസം സ്വീകരിക്കാം. അതിന് ഗുരുവിന്റെ ഒന്നും അടുക്ക പോണമെന്നില്ല. ഭർത്താവിന്റെ മരണം കഴിയുമ്പോൾ ഭാര്യ ബാക്കിയുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുമെങ്കിൽ ഗുരുക്കന്മാരെയൊന്നും തേടിപ്പോണ്ട, സ്വയം സന്യാസം സ്വീകരിച്ച് ഭിക്ഷാടനത്തിനിറങ്ങാം. ഭൈക്ഷ്യം സമ്മതിച്ചിട്ടുണ്ട്. അതൊക്കെ ആപത് ധർമ്മമാണ്. കേട്ടിട്ടില്ല? ആപത് ധർമ്മമൊന്നും കേട്ടിട്ടില്ല. ആപത് സന്യാസം. മരിക്കാറാവുമ്പോൾ സന്യാസം സ്വീകരിക്കുന്നവരുണ്ട്. ഇനി എന്ത്, സന്യാസിയായിട്ട് തന്നെ അങ്ങ് പോയേക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. രോഗങ്ങൾ കൂടുമ്പോൾ പൂർവന്മാർ പോയ ആ പാത സ്വീകരിക്കാൻ മനസ്സ് തയ്യാറാകുമ്പോൾ തന്നെ രോഗം പോകും. മരണം മുഖാമുഖം വരുമ്പോൾ ചിലരങ്ങനെ പോകും. അല്ല, എറണാകുളത്ത് തന്നെ അങ്ങനെ ഒരാളുണ്ട്. അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്. വളരെ മഹാനാണ്, പണ്ഡിതനാണ്. എറണാകുളത്ത് പണ്ട് ഷിപ്പ്യാർഡിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്. സർവീസിൽ കുറെ കാലം ഉണ്ടായിരുന്നു തോന്നുന്നു. അവിടെ നിന്നാന്ന് തോന്നുന്നു ഡെപ്യൂട്ടേഷനിൽ ഷിപ്പ്യാർഡിലേക്ക് വന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ അമ്മാവൻ മരിക്കുന്നത്. ആദ്യത്തെ അമ്മാവൻ തൊണ്ടയ്ക്കടുത്ത് ക്യാൻസർ വന്ന് മരിച്ചു. രണ്ടാമത്തെ അമ്മാവൻ മോണയിൽ ക്യാൻസറിന്റെ ലക്ഷണത്തിൽ മരിച്ചു. അപ്പോൾ രണ്ടാമത്തെ അമ്മാവൻ മരിക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ അസ്ഥിയൊക്കെ നീ സഞ്ചയനം കഴിഞ്ഞ് ഗയയിൽ കൊണ്ടുപോയി ഒഴുക്കണം. അദ്ദേഹം അല്പം യുക്തിവാദിയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആവശ്യമില്ലാത്ത പണിയാണ്, ഇതൊക്കെ ചുമന്നുകൊണ്ട് ഗയ വരെ പോവുക. അപ്പം അദ്ദേഹം ഷിപ്പ്യാർഡിലേക്ക് പോകുന്ന വഴിക്ക് അഴീക്കോടൊരു ചെറിയ കയറി പോകുന്നൊരു പാലമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കയറി പോകുമ്പോൾ അദ്ദേഹം അമ്മാവൻ്റെ അസ്ഥിയോട് പറഞ്ഞു, ഈ വെള്ളമൊക്കെ അങ്ങ് ഗയ വരെ ചെല്ലുന്നതാണ്, കടൽ വഴി, ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടതാണ്. അമ്മാവ, ഞാനിനി ഗയ വരെ യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലത് അമ്മാവൻ ഈ ഓളങ്ങളുടെ കൂടെ അങ്ങ് ഗയയിലേക്ക് പോകില്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതാണിത്, അതിൽ കള്ളമൊന്നുമില്ല. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, സമാധിയായിട്ടില്ല. അദ്ദേഹം ഗയയിലേക്ക് ഇട്ടു, അല്ല ഗയയിലേക്ക് അഴീക്കോടിട്ടു. വൈകുന്നേരം ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സഹോദരിക്ക് ചെറിയൊരു ചിത്തഭ്രമം. ഞാൻ വെള്ളത്തിൽ മുങ്ങുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിത് കണക്ട് ചെയ്തു. അദ്ദേഹം ഓർത്തു, അമ്മാവന്റെ അസ്ഥി മുങ്ങുന്നതായിരിക്കും ഇവള് പറയുന്നത്, നിന്നാൽ അധികം അപകടമാണ്. അപ്പോൾ അദ്ദേഹം ബോംബെയിലേക്ക് ഇൻഷുറൻസിൽ പെട്ടെന്ന് വിളിച്ചതുകൊണ്ട്, വളരെ ഉന്നതനാണ്, വളരെ മിടുക്കനാണ്. വിക്രം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറിന്റെ ബ്രദറാണ്, നിസാറിനൊന്നുമല്ല. അദ്ദേഹം നേരെ യാത്രയായി നേരെ ബോംബെയിലെത്തി. അപ്പോൾ ഇൻഷുറൻസിൽ ജോലിയൊക്കെ എടുക്കുന്ന സമയത്ത്, ഓഫീസറായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത്, ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അമ്മാവൻ വന്ന് പറഞ്ഞു, നിന്നെ ഞാൻ വിടില്ല. അമ്മാവനെ ഓർത്തായിരിക്കും കിടന്നത്. അമ്മാവൻ പറഞ്ഞു, രാവിലെ ഏക്കും നീ പല്ല് തേക്കും, നിന്റെ പല്ലിന്റെ അങ്ങേയറ്റത്ത് ആ മോണയിൽ
നിന്റെ കൈ തടവുമ്പോൾ ഒരു ചെറിയ മുഴയുണ്ടാവും. നീ ആശുപത്രിയിൽ പോകും, ബോംബെയിലെ ഏറ്റവും വലിയ ആശുപത്രിയിൽ നീ പോകും. അവിടെ ചെന്ന് നീ ഡോക്ടറെ കാണും. ഡോക്ടർ ബയോപ്സി വേണമെന്ന് പറയും. ഡോക്ടർ പറയും ഇത് ക്യാൻസർ ആണെന്ന് പറയും. നിന്നെയും ഞാൻ കൊണ്ടുപോകും. മോശക്കാരനാണോ അമ്മാവൻ? എവിടെയാണ് ഈ അമ്മാവൻ? രാത്രിയിൽ കിടന്നുറങ്ങിയ മനുഷ്യൻ ഇങ്ങനെ തന്നെ സ്വപ്നം കണ്ടതോർത്ത് രാവിലെ എഴുന്നേറ്റ് നേരെ ജസ്ലോക്കിലേക്ക് പോയി. അവിടെ ചെന്നു ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം വരണ്ടു. പഴയ തൻ്റെ ഇടമൊന്നുമില്ല. ബയോപ്സി എടുത്തില്ല, ഉറപ്പായില്ല. പക്ഷേ എങ്കിലും സംഭവങ്ങളൊക്കെ ഒന്നിനൊന്ന് അനുഗുണമാണ്. അദ്ദേഹം ഇറങ്ങി കൂട്ടുകാരോട് പറഞ്ഞ് വിവരങ്ങളൊക്കെ, ഒരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിട്ടോ, കാലന് കാശി വരെ വരാൻ പറ്റുള്ളൂ. കാശിക്കപ്പുറത്ത് കാലന്റെ കണക്കില്ല. പിന്നെ കാലഭൈരവന്റെ കണക്കേ ഉള്ളൂ. അതുകൊണ്ട് നീ എത്രയും വേഗം കാശിയിലെത്തിക്കൂ, എത്രയും വേഗം സന്യസിക്കൂ. സന്യസിക്കുമ്പോൾ ഇതുവരെയുള്ള കണക്കില്ല, പുതിയ കണക്കേ ഉള്ളൂ. വേഗം വിട്ടു, ഒരു മിനിറ്റ് താമസിക്കണ്ട. അടുത്ത വണ്ടിക്ക് കയറിക്കോളാൻ പറഞ്ഞു. ജോലി രാജിവ് കൊടുത്തോളാം. ഇയാൾ രാജിവ് കൊടുത്ത് നേരെ അവിടുന്ന് വിട്ടു. വാരാണസിയുടെ അതിർത്തി കടന്നു. അതിർത്തി കടന്നാൽ പിന്നെ കുഴപ്പമില്ല, ഇപ്പുറത്ത് വെച്ചാലേ കുഴപ്പമുള്ളൂ. വാരാണസിയുടെ അതിർത്തി, വാരുണിയുടെയും അസിയുടെയും ഇടയിലുള്ള വാരാണസിയുടെ അതിർത്തി കടന്ന് കാലഭൈരവന്റെ കണക്കിൽപ്പെട്ടു. പോയി കാലഭൈരവ ക്ഷേത്രത്തിൽ പോയി തൊഴുതു. നേരെ ചെന്ന് രാമകൃഷ്ണ മിഷനിൽ ചെന്ന് സന്യാസം വേണമെന്ന് പറഞ്ഞു വാരാണസിയിൽ. എന്നവിടെ അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയത് നവകുമാര ഷായുടെ മകനാണ് അവിടെ ഇരിക്കുന്ന പ്രസിദ്ധനായ ഒരു സ്വാമിജി. അദ്ദേഹം പറഞ്ഞു, മിഷനിൽ ചേരുക കുറച്ച് പ്രയാസമാണ്. നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ അടുത്ത് നിരഞ്ജനി അഖാഡയിൽ ഇന്ന ഒരു ആശ്രമമുണ്ട്, അവിടെ പോയിക്കൊള്ളൂ. സുരാപാണ്ഡേശ്വരം എന്ന സ്ഥലത്ത് നിങ്ങൾ പോയാൽ അവിടെ ഒരു സന്യാസമൊക്കെ എളുപ്പമാണ്. അദ്ദേഹം പോയി അവിടെ നിന്ന് സന്യാസം സ്വീകരിച്ചു. സന്യാസം സ്വീകരിച്ച് അദ്ദേഹം വാരാണസിയിൽ തന്നെ പുതുതായി ആദ്യം മുതൽ യോഗശാസ്ത്രവും വേദാന്തവും ഒക്കെ പഠിക്കാൻ തീരുമാനിച്ച് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ യോഗത്തിന്റെ ആചാര്യ പരീക്ഷയ്ക്ക് ചേർന്നു. അങ്ങനെ യോഗാചാര്യനായി, സാഖ്യ ആചാര്യനായി, വേദാന്ത ആചാര്യനായി, യോഗ വേദാന്ത സാഖ്യ ആചാര്യനായി, ന്യായ വൈശേഷിക ശാസ്ത്രിയായി, എല്ലാം അദ്ദേഹം എഴുതിയെടുത്തു. അവിടുത്തെ മഠാധിപതിയായി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടു പരിചയപ്പെട്ടപ്പോഴായി കഥയൊക്കെ പറഞ്ഞത്. കാലിനൊരു വേദന വന്നപ്പോഴായി കഥ പറഞ്ഞത്. കാലിന് വേദന വന്നപ്പോൾ പിന്നെ ഒരു തോന്നൽ, അമ്മാവൻ എങ്ങാനും വരുന്നുണ്ടോ? അന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഈ കഥ. അപ്പൊ ഇതിന് ആപത്ത് എന്ന് പേര് പറയും. എന്ന് പറഞ്ഞാൽ രോഗം വരുമ്പോൾ ഭിക്ഷ എടുക്കാം. കാരണം ഭിക്ഷ ഔഷധമാണ്. പണ്ട് ഈ ചികിത്സ വളരെ വിപുലമായി ഉണ്ടായിരുന്നു.